അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. നമ്മളെ നാടാണത്, ആനക്കര ഹൈസ്കൂൾ. ബോർഡ് കണ്ടില്ലേ? അപ്പോൾ ഈ വീഡിയോ ഞാനന്ന് നാട്ടിൽ പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ആ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതില്ല. അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂള് ഇവിടുത്തെ മിഠായി കടയാണ് കേട്ടോ. നമ്മൾ എത്രയോ തവണ മിഠായി അടിച്ച കടയിനെ കാണിച്ചത്. ഞാനൊക്കെ എപ്പോഴും വന്ന സ്കൂളിൽ നിന്ന് മിഠായി എടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ, ആനക്കര ഹൈസ്കൂള്. ഈ സ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വ്ളോഗ് കാണുന്നവരൊക്കെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കാണാറുണ്ട് എന്നെ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു താഴേക്ക് നല്ലൊരു ഇറക്കമാണ് കേട്ടോ, നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കാണുമ്പോൾ. നല്ലൊരു കുത്തനെയുള്ള ഇറക്കമാണ്. ഈ ഇറക്കമൊക്കെ നടന്ന് വരാറ് ഞാൻ കേട്ടോ സ്കൂളിലേക്ക്. അന്നൊന്നും ബസ് അങ്ങനെ ഓടൂല, ആകെ 2 ബസ് മാത്രമേ ഓടുള്ളൂ. ഒരു 9:15 പിന്നെ ഒരു 8:30 കൂടിയിട്ടൊക്കെ ഒരു പ്രയാഗ ഉണ്ടായിരുന്നു, ഒരു രേഷ്മ ഉണ്ടായിരുന്നു. ഈ 2 ബസ് മാത്രമേ അന്ന് ഓടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ 98, 99, 2000 ടൈമിലാണ് കേട്ടോ എൻ്റെ പഠനം ഉണ്ടായിരുന്നത്. 2001, 2002, 2003 എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ 2001 SSLC കഴിഞ്ഞത്. 2001 2 2001 SSLC പഠനം കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ 2ാമത്തെ സ്കൂളാണ്, എൻ്റെ നേരെ താഴത്തെ സ്കൂളാണ് ഈ കണ്ടത് കേട്ടോ. ഈ സ്കൂളിലാണ് ഞാൻ 6, 7 പഠിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ഇറക്കമാണ് കേട്ടോ, ബസ് വരുന്നുണ്ട്. ഈ ബസ്സൊക്കെ എയർപോർട്ട് പോകുന്ന തീയന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വടക്കത്തമ്മയുടെ വീടാണ് അവിടെ തിരിഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച സ്കൂളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ജസ്റ്റ് കണ്ടില്ലേ, ഇനിയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളാണ് ആനക്കര സ്കൂള്. നമ്മളെ നാടാണ് കേട്ടോ, ആനക്കര പഞ്ചായത്തിലാണ് നമ്മളെ വീടുള്ളത്. അപ്പോൾ വലിയ സ്കൂളിൽ ഒത്തിരി ആ കയറ്റിറക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ നടന്നാണ് വരിക കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്ററോളം ദൂരം നടന്നാണ് ഞാൻ വരിക. ഇന്നല്ലേ ഇപ്പോൾ ബസ്സൊക്കെ ഒരുപാട് ഓട്ടായത്, കാലം മാറി. 5 മിനിറ്റ് ഇങ്ങനെ ബസ്സൊക്കെ. അന്നൊക്കെ രാവിലെ വൈകിട്ടൊക്കെ ഓരോ ബസ് ഉണ്ടാവുള്ളൂ, ഉച്ച ടൈമിൽ ബസ്സേ ഉണ്ടാക്കില്ല. അതിലാണെങ്കിലോ ഉള്ള യാത്രക്കാർ മുഴുവൻ ഉണ്ടാവും, കുട്ടികളെ കേട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അന്നൊന്നും വീട്ടിൽ നിന്ന് വണ്ടി ഏൽപ്പിക്കുകയോ ഓട്ടോ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്യൂല. അന്നൊക്കെ സേഫ് അല്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് റോട്ടിൽ കൂടെ നിന്ന് ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പെൺകുട്ടികളെ ഇത്ര ലോങ് നടന്നൊന്നും സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല. ഇന്ന് കാലം മാറി, കഥ മാറി അല്ലേ. അന്നൊക്കെ പേടിയില്ലായിരുന്നു. ഇന്ന് പെണ്ണായി ജനിച്ചാൽ മതിയല്ലേ, പീഡനവും തേങ്ങാപ്പറയാണ്. അന്ന് അത്രയൊന്നും വിഷയങ്ങളില്ല. ഇന്നിപ്പോൾ മൊബൈല്, നെറ്റ് സ്വന്തം കൈക്കുള്ളിൽ എല്ലാം ഒതുങ്ങും അല്ലേ. ഇരിക്കുന്നിടത്ത് എല്ലാ സൗകര്യവും ഒക്കെ സ്വന്തം വിരൽത്തുമ്പിലെത്തും. അന്ന് നടന്ന് താണ്ടി വേണം ചന്തയിൽ പോകണമെങ്കിൽ എത്രയോ ദൂരം നടന്നു ചുമന്ന് കൊണ്ടുവരണം സാധനങ്ങളൊക്കെ. ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങണമെങ്കിൽ വണ്ടിയാണ് എല്ലാവരുടെ കയ്യിലും. കുറഞ്ഞൊരു ബൈക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ കാലം പോയ പോക്ക്. ഇന്ന് കാലാവസ്ഥ വരെ മാറി, ഭരണഘടന മാറി, നിയമവശങ്ങൾ മാറി അല്ലേ. കാലത്തിൻ്റെ ഒരു പോക്കല്ല മക്കളെ. ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ചെറുപ്പത്തിൽ കഴിഞ്ഞ ആ ഒരു കാലം, അതൊരു കാലം തന്നെയാണ്. അന്ന് ഭക്ഷണത്തിനൊക്കെ ഒരു രുചി ഉണ്ടായിരുന്നു. ചോറ്, ഉപ്പിട്ട ചോറ് മതി കഴിക്കാൻ. ഇന്നിപ്പോൾ എന്ത് കൂട്ടാനുണ്ടാക്കിയാലും ഭക്ഷണം അങ്ങനെ ഇറങ്ങൂല. അത് ടേസ്റ്റ് പോരാന്നുള്ളത്. അന്നത്തെ രുചിയില്ല. അന്ന് ഉപ്പിട്ടിട്ട് കഴിഞ്ഞെടുക്കണ രുചിയില്ല. കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇന്നിപ്പോൾ അരിക്ക് പോലും രുചിയില്ല. അന്നത്തെ നെല്ലുത്തരിയും ചോറും
ഇതൊരു ഭക്ഷണം രുചി തന്നെയാണല്ലേ. ഇന്നിപ്പോൾ ആ രുചിയൊന്നും കിട്ടുന്നില്ല. എന്ത് ഫുഡ് ഉണ്ടാക്കിയാൽ ഫാസ്റ്റ് ഫുഡല്ലേ, എണ്ണയിൽ പൊരിച്ചതും വറുത്തതും. അന്ന് ഈ ഉണക്കമീൻ ചുട്ടതും മത്തൻ്റെ ഇല താളിച്ചതും മുരിങ്ങൻ്റെ ഇല താളിച്ചതും പയറുപ്പേരിയും കായപ്പേരിയും ചേമ്പ് താള് അങ്ങനെയൊക്കെ അല്ലേന്നാ. ഇന്നിപ്പോൾ കാലഘട്ടം മാറി, അതിനൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ, ഇത് ഏത് റൂട്ടാണ് എവിടെയൊക്കെയാണ്. അപ്പം ഞാനിവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. അത് യാത്രയിലെടുത്ത വീഡിയോസാണ്. ബസ്സിലങ്ങ് പോയോണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുത്ത് ഒരു വീഡിയോസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്ന കാരണം ഞാനിത് ഇടാത്തതാണ് കേട്ടോ. അന്ന് കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു നമ്മളെ നാട്ടിലേക്ക് പോകുന്നതും ഒക്കെ. എടപ്പാൾ വഴിയാണ് പോകുക. എടപ്പാളിൽ നിന്ന് പിന്നെ അങ്ങനെ ചേകനൂർ ആനക്കര റൂട്ടാണ് കേട്ടോ. അപ്പോൾ ചേകനൂർ കഴിഞ്ഞിട്ടാണ് ആനക്കര. ഇവിടുന്ന് പോകുമ്പോൾ തിരൂർ വണ്ടി കയറി ചങ്കുവെട്ടിയിൽ നിന്ന് കോട്ടക്കൽ ഇനി എടപ്പാളിൽ നിന്ന് ഇങ്ങനെ ചേകനൂർ ആനക്കര അങ്ങനെയാണ് കേട്ടോ നാട്ടിലേക്ക് പോവാറ്. അത് നമ്മളെ കൊച്ചു ഗ്രാമമാണ് ആനക്കര. അപ്പോൾ ഈ സ്ഥലമൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. സ്ഥലമൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ പുത്തനത്താണി ചുറ്റുപ്പുറത്തൊക്കെ എത്തുന്നതിന് മുന്നത്തെ ഇല്ല, അവിടെയൊക്കെ റോഡ് നന്നാക്കുകയാണല്ലേ, ഹൈവേ മനസ്സിലാവണ പോലും ഇല്ല. വളാഞ്ചേരി ചുറ്റിപ്പുറം എത്താൻ പുത്തനത്താണി ഭാഗങ്ങളൊക്കെ അറിയുന്നില്ല കണ്ടാൽ അല്ലേ, മനസ്സിലാവണ പോലും ഇല്ല. 4 വരി പാത ആർക്കാണ്. ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി തിരിച്ചു വരുന്നവർക്ക് നാട് കണ്ടാൽ മനസ്സിലാവില്ല മക്കളെ. എൻ്റെ നാട് മാറിയോ, ഞാൻ വന്നു വണ്ടി സ്ഥലം മാറിയോ എന്ന് വിചാരിക്കും അല്ലേ, മനസ്സിലാവത്ത പോലുമില്ല. സ്ഥലം കണ്ട് തിരിച്ചറിയാൻ പോലും പറ്റൂലല്ലേ, ഇത്രക്കും റോഡ് വികസനം വന്നു. മനസ്സിലാവത്ത പോലുമില്ല. ഇപ്പം എല്ലായിടത്തും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കണ്ടിട്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അങ്ങാടി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ സ്റ്റാൻഡ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഈ സ്ഥലം അറിയാവുന്നവർ. അപ്പോൾ യാത്രക്കിടയിൽ ഞാൻ എടുത്ത വീഡിയോസാണ്. ഈ സ്റ്റാൻഡ് ഏതാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടണേ. അപ്പോൾ അങ്ങനെ എടപ്പാളിലേക്കുള്ള യാത്രയിലാണ്. ഇത് ഞങ്ങളവിടെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ഉള്ളേരിയിലേക്ക് ബസ് കയറി പോവാണ്. മൂതൂർ, പാലപ്ര, ആനക്കര, ചേകനൂർക്ക് പോവാണ് കേട്ടോ. ചേകനൂർ കഴിഞ്ഞ് ആനക്കര. അപ്പോൾ എടപ്പാൾ ഹൈവേ കഴിഞ്ഞ് അവിടുന്ന് പോക്കറ്റ് റോഡിന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ നാട്ടിലെ കൊച്ചു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ എടപ്പാൾ ഏരിയയിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് പോകുന്ന ചെറിയൊരു കൊച്ചു ഗ്രാമം. മൂതൂർ, പാലപ്ര, പിന്നെ ചേകനൂർ, ആനക്കര. അപ്പോൾ ഞാൻ
എനിക്ക് ഫ്രണ്ട്സ് തന്നെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ സൈഡ് സീറ്റ് ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ അതൊരു വ്യൂ വേറെയാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം തന്നെ വീഡിയോ കിട്ടും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മംഗളൂര്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവർ വീട്ടിലാവും. അപ്പോൾ അങ്ങനെ ചേകനൂർ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇങ്ങനെ ചെന്ന് കയറിയാൽ ചേകനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചേകനൂർ സെൻറ്റർ. ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ ആനക്കരയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നല്ല, ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് മക്കളെ ചേകനൂർ സെൻറ്റർ. ചേകനൂർ സ്ഥലത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കുറേ മുന്നേ ഒരു കേസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരാളെ കൊല്ലപ്പെട്ടിട്ട്, ഒരു മൗലവി കൊല്ലപ്പെട്ടിട്ട്. ഈ റോഡിനായിട്ട് ഇറങ്ങിപ്പോയി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് കേട്ടോ. അവളുടെ പേര് ദേവു എന്നാണ്. അപ്പോൾ അവളുടെ വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ, അവൾ 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി അവളുടെ വീട്ടിൽ ഞാൻ നടക്കട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ പോണത് ആനക്കരയ്ക്കുള്ള റോഡാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. പഴയ ആ ഓർമ്മകളല്ലേ, അതൊരു എന്താ പറയുക, ഓർമ്മ തന്നെയാണ്. ആ കാലം ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ലല്ലേ. ആ പഴയ യാത്ര ചെയ്യുമ്പോൾ പഴയ ഓർമ്മകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമല്ലോ മനസ്സ്. അപ്പോൾ ആനക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ബോർഡ് കണ്ടില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് പാലക്കാട് ജില്ലയാണ് കേട്ടോ. ചേകനൂർ മലപ്പുറം ജില്ലയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പാലക്കാട് ജില്ലയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മലപ്പുറം ഏരിയ തന്നെയാണ്. ഇത്തിരി അങ്ങ് കയറി പോകുന്നുണ്ടല്ലോ പാലക്കാട് ജില്ല അതിർത്തിയാണ് എൻ്റെ നാട്ടിൽ വീടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ജന്മനാട്ടിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു കയറ്റാണ് ഈ ചേകനൂരിൽ നിന്ന് ഞങ്ങളുടെ ആനക്കര സ്കൂളിൻ്റെ അടുത്തേക്ക് കയറ്റാൻ തന്നെ ഉണ്ടാവും. ഇവിടെ മണ്ണൊക്കെ സ്ഥലമൊക്കെ കാണുന്നത് നമ്മൾ ഒരുപാട് നടന്ന് സഞ്ചരിച്ച സ്ഥലമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇല്ലല്ലോ, സ്കൂളിൽ നിന്ന് താഴത്ത് കൂട്ടുകാരികളെ വീട്ടിലേക്ക് ഇറങ്ങി വരും ചെയ്യും. തിരിച്ചങ്ങോട്ട് കയറിപ്പോവും. ഉച്ചക്കത്തെ ഉച്ചയുടെ സമയത്ത് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകും. ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ അങ്ങനെ പോയിട്ട് ഒരു ദിവസം ഒരു വീട്ടിൽ വ്യത്യാസം കുട്ടികളുടെ അങ്ങനെ 4 ആളും ചേർന്ന്. ഇതാണ് ആനക്കര കുമ്പരി റോഡ്. ആനക്കര സ്കൂളിനടുത്തേക്ക് എത്താനായിട്ട് ഇവിടുത്തെ ചെറിയ പള്ളിയാണ്, സ്റ്റാർ പള്ളിയാണ്. അപ്പോൾ അതാ ബോർഡുണ്ടല്ലോ ആനക്കര സ്കൂളിൽ നിന്ന്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ്. നേരത്തെ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ്. അവർ മിഠായി തരാം. എത്ര കണ്ടാലും എത്ര ഓർത്താലും കൊതി തീരാത്ത ഒരു കാലമാണല്ലേ സ്കൂൾ കാലം. ഇതാണ് കേട്ടോ. സ്കൂളിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്ന്. ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ആകെ ഈ ഒരു പഴയ ബിൽഡിങ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭാഗമാണ് കേട്ടോ 10ാം ക്ലാസ്. അതിൻ്റെ ബാക്കിൽ അങ്ങോട്ട് റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാറയാണ്. അപ്പോൾ ഇൻ്റർവെല്ലിനൊക്കെ ഉച്ചക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പാറപ്പുറത്ത് ഇരുന്നാൽ 4 ഭാഗത്തേക്കും കാണാം കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. ഇങ്ങനെ ഹൈറ്റിലുള്ള കുന്നുകളൊക്കെ കാണാൻ പറ്റും. ഇതേ ഹൈറ്റിൽ തങ്ങൾപ്പടി കോളേജൊക്കെ കാണാൻ പറ്റും കേട്ടോ. പാറയുടെ വീട്ടിൽ ഇങ്ങനെ ഇപ്പം കളിക്കൊന്നുമില്ലല്ലോ കുട്ടികളൊക്കെ. അപ്പം നല്ല രസമായിരുന്നു. ഓരോരോ പാറകളുടെ ഇടയിൽ വലിയ പുല്ലുണ്ടാവും മഴ പെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി തറോടിയിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. അതൊന്നും ഇനി തിരിച്ചു വരില്ല. അപ്പോൾ ഇവിടെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇറക്കമാണ്, നല്ല ഇറക്കമാണ്. ഇത്രയും ലോങ് ഞങ്ങൾ നടന്നു വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ കൊണ്ട് നടക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഇതൊരു സ്കൂളാണ് കേട്ടോ. പിന്നെ സ്കൂൾ ബസ്സാണ് നിൽക്കുന്നത്. സ്കൂളിൻ്റെ ഗേറ്റൊക്കെ കാണിച്ചതാണ്. ഇതൊക്കെ ഈ വെയിറ്റിംഗ് ഷെഡ് ഇതാ സ്കൂളിൻ്റെ ഗേറ്റ്. ആ റോഡാണ്. ഇപ്പോൾ അവിടെ വേഗത കുറക്കുക എന്നുള്ള ബോർഡ് വെച്ച് കണ്ടില്ലേ. ഇനി ഇവിടെ നിന്ന് ഒരു ഇറക്കാണ് കേട്ടോ.
കാണുന്നത് സ്കൂൾ ബിൽഡിങ്ങാണ്. ഇവിടെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരാണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നേരെ ഇറക്കമാണ് കേട്ടോ. അപ്പോൾ ഇറക്കത്തിലൊക്കെ ബസ് മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ തിരുവിലാണ് വടക്കത്തെ സുശീലമ്മയുടെ വീട്. അപ്പോൾ അങ്ങനെ റിട്ടേൺ തിരിച്ച് പോരാണ് ഞാൻ. പഴയ കാല ഓർമ്മകൾ, പഴയ അനുഭവങ്ങൾ. ചെറുപ്പകാലം നീ തിരിച്ചു വരില്ലല്ലോ മക്കളെ. ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒന്നാണ്. പക്ഷെ ഓർമ്മകളുണ്ടാവും, മായാത്ത ഓർമ്മകൾ. മായാണ് മറക്കാനും കഴിയാത്ത, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളല്ലേ. ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ആ ചെറുപ്പകാലം മതി എന്നല്ലേ, വലുതാവണ്ടായിരുന്നു. അപ്പം ആ ചെറുപ്പകാലം തന്നെ മതിയായിരുന്നു അല്ലേ. അതിനി ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാര്യമാണെന്ന് സത്യം. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതൊന്നും ഇനി ഒരിക്കലും തിരിച്ച് വരത്തുമില്ല. അപ്പോൾ അതൊക്കെ നല്ല മഴ പെയ്തിട്ടോ തിരിച്ച് വരാൻ നേരം തിരിച്ച് റിട്ടേൺ ഈ സൈഡ് കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. ആനക്കരയിൽ നിന്ന് ചേകനൂർക്ക് റിട്ടേൺ വരികയാണ്. ഇപ്പോൾ വണ്ടി പോയിട്ട് ചേകനൂർ സഞ്ചരിക്കാൻ കേട്ടോ. തിരിച്ചുള്ള മടക്ക യാത്രയാണ്. നല്ല മഴയുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ബസ്സിൽ ഫ്ലവർ കാണാൻ. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഫ്ലവറിൻ്റെ. നല്ല റോസാപ്പൂ. അപ്പോൾ യാത്ര എനിക്കിഷ്ടമാണ്. യാത്രയിലെ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും യാത്ര തുടരണം. അപ്പം അങ്ങനെ തിരിച്ച് മടക്ക യാത്രയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൻ്റെ ബാക്കി പിന്നെ ഇടണമെന്നൊക്കെ വിചാരിച്ചു, യാത്രയുടെ ബാക്കി. പിന്നെ വീഡിയോക്ക് ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാനന്ന് യാത്രയിൽ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടേ ഞാൻ അങ്ങനെയാണ്. വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഞാനൊരു വീഡിയോ എടുത്ത് എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ആ വീഡിയോസൊക്കെ ഇട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഫോണിൽ നെറ്റില്ലല്ലോ. അപ്പം അന്നേ എനിക്കതൊക്കെ വീഡിയോ എടുത്തിട്ട് എന്നിട്ട് ഓർമ്മകൾ എടുക്കുക, അതൊക്കെ എൻ്റെ ഒരു ശീലങ്ങളായിരുന്നു. പിന്നെ എന്ത് വസ്തുക്കളായാലും ഞാനത് പെട്ടെന്ന് വലിച്ച് ഉപേക്ഷിച്ച് കളയില്ല. ഞാനത് എടുത്ത് വെക്കും. അങ്ങനത്തെ ശീലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എടപ്പാൾ സെൻ്ററായിട്ട് ഈ ബസ്സിനാണ് കയറുക. പറക്കുളം മീഡിയ ബസ്സിനാണ് നാട്ടിലേക്ക് കയറുക. അപ്പോൾ നമ്മൾ വിളിച്ച് വരുമ്പോൾ പിന്നെ കുറ്റിപ്പുറം ബസ്സിനാണ് കയറുക. ആദ്യം ഫസ്റ്റ് കുറ്റിപ്പുറം
പിന്നെ കോഴിക്കോട് വണ്ടി കിട്ടുകയാണെങ്കിൽ കോഴിക്കോട് വണ്ടിയിൽ കയറും. ചുറ്റിപ്പുറത്തുനിന്ന് കോഴിക്കോട് ബസ്സിന് കയറും. ചെങ്കുറ്റി ഇറങ്ങും. ചെങ്കുറ്റിയിൽ നിന്ന് മഞ്ചേരി കയറും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.